രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഡൽഹി പോലീസ് കയ്യേറ്റം ചെയ്തതിൽ സമരം കടുപ്പിക്കാൻ പ്രതിപക്ഷം പാർലമെന്റിലും പുറത്തും പ്രതിഷേധം ശക്തമാക്കും. പോലീസ് നടപടിയിൽ ചർച്ച ആവശ്യപ്പെട്ട് 5 കോൺഗ്രസ് എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് റഹീമും ശിവദാസൻ എംപിയും രാജ്യസഭയിലും നോട്ടീസ് നൽകി. കോൺഗ്രസ് പാർലമെന്റിൽ കറുപ്പ് വസ്ത്രം ധരിച്ചെത്തും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, വലിയ സമരങ്ങൾക്കാണ് ഇന്നലെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയാണ് ഇന്നുണ്ടാകുന്നത്. ഇന്നിപ്പോൾ എങ്ങനെ പ്രതിഷേധിക്കാൻ, ഈ പ്രതിഷേധവുമായി എങ്ങനെ മുന്നോട്ട് പോകാൻ, ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഏതു തരത്തിൽ പോരാടാനാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിക്കുന്നത്? അക്ഷയ, ഇന്ന് പാർലമെന്റ് നടപടികൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്തംഭിപ്പിക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കും എതിരെ ഉണ്ടായ ഈ പോലീസ് അതിക്രമത്തിൽ സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം അല്ലെങ്കിൽ പ്രസ്താവന സഭയിൽ നടത്തണം. ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി വേണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാനാണ് ഇന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എംപിമാർ പ്രതിഷേധ സൂചകമായി ഇന്ന് പാർലമെന്റിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ചായിരിക്കും എത്താൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് ഈ ഡൽഹിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. അതായത് പാർലമെന്റിലേക്ക് പോകുന്ന എല്ലാ വഴികളും ഇപ്പോൾ ഈ വലിയ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. കാരണം ഈ പ്രതിപക്ഷ എംപിമാർക്ക്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർക്കെതിരെ ഉണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ സമരം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പാർലമെന്റിലേക്ക് പോകുന്ന പ്രദേശങ്ങളിലും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന ബാരിക്കേഡുകൾ വെച്ച് പൂർണ്ണമായും റോഡ് ഈ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരെയും പരിശോധനകൾ കൂടാതെ പാർലമെന്റിന്റെ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല എന്നതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ വിഷയത്തിൽ പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പോലീസ് അടിക്കുമ്പോൾ അത് ഈ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര പുറത്തു വരുന്ന ചിത്രം ഇന്നലെ ഒരു വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു. ആ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് സഭയിൽ അതിശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങൾക്ക് നേരത്തെ ബാലു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വലിയ പരിശോധനകൾ നടക്കുന്നു. ഇന്നലെ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള അത്രമേൽ സുരക്ഷയൊരുക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ് നൂറുകണക്കിന് ആളുകൾ ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഓർക്കണം. സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധത്തിനായിരുന്നു ഇന്നലെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് രാഹുൽ ഗാന്ധി. ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും രാജിവെക്കണം. ഇതൊന്നും കണ്ട് കോൺഗ്രസ് പിന്മാറില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions. पहला धर्मेंद्र प्रधान और अमित शाह का रेजिग्नेशन. दूसरा कि स्टूडेंट्स को जिन्होंने मारा है, जिन्होंने ह्यूमिलिएट किया है, उन पर एक्शन लिया जाए और जो भी स्टूडेंट्स पर केसेस हैं उनको हटाया जाए. फाइनली पूरी ऑपोजिशन चाहती है कि ये जो इशू है देश का सबसे बड़ा इशू है, इस पे लोकसभा में, राज्यसभा में डिबेट हो और हम अपनी बात रख सकें. मेरा मोदी जी से एक सजेशन है, जो आपकी सरकार ने, आपके होम मिनिस्टर ने किया, उसके लिए आप देश के स्टूडेंट से माफी मांगिए और जल्दी से जल्दी एग्जामिनेशन सिस्टम और एजुकेशन सिस्टम्स पर रिफॉर्म शुरू कीजिए. കഴിഞ്ഞ ദിവസം വരെ രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഉത്തരമില്ലാത്ത കോൺഗ്രസുകാർക്ക് ഇന്നലെ മുതൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലുണ്ടെന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും ചോര പൊടിഞ്ഞിട്ടുണ്ടെന്നും പറയാനാകുന്നുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു. അവസാനം എന്നോണമാണ്, വൈകി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ത് യാഥാർത്ഥ്യം. വൈകിയാണെങ്കിലും ഒപ്പം കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം എന്നുള്ളതാണ്.